നോക്ക്, ഇതെന്താണ് പറയുക? വാട്ട് ആർ ദേ ഡൂയിങ്? എന്താണ് ചെയ്യുന്നത് എല്ലാവരും? ഓ, ക്രിട്ടിസൈസിങ്, ജഡ്ജിങ്, അല്ലേ? ക്രിട്ടിസൈസിങ് ആൻഡ് ജഡ്ജിങ്. വിധിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിധിക്കുകയാണ്. അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ കൂട്ടർ വിധിക്കുന്നവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം, സഹാനുഭൂതി വേണം, അവയർനെസ് വേണം, ഇല്ലേ? പക്ഷെ ഇതിനൊന്നും മെനക്കെടാൻ അവർ തയ്യാറല്ല. അത് ബുദ്ധിമുട്ടാണ്. വിധിക്കാൻ ഇതൊക്കെ വല്ലതും വേണോ? വിധിക്കാൻ ഇത് വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പോൾ വിധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബന്ധങ്ങൾ അകന്നു പോവുകയാണ്. വീട്ടിലായാലും എവിടെ ആയാലും വിധിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകും. മനസ്സിലാക്കുമ്പോൾ ബന്ധങ്ങൾ ഒന്നിച്ചു കൂടുകയാണ്. അപ്പം മനുഷ്യരുടെ മനസ്സിലുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ കണ്ടാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ വിചാരിക്കും അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് അല്ല. അങ്ങേർക്ക് ദുഃഖങ്ങളുണ്ട്, നമ്മളറിയുന്നില്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് അസുഖമുണ്ട്, നമ്മളറിയുന്നില്ല. സന്തോഷമുള്ള ആൾക്ക് സങ്കടമുണ്ട്, നമ്മളറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആളുകൾ ദേ ആർ ഫേസിങ് സോ മെനി ബാറ്റിൽസ്. ഒരുപാട് ബാറ്റിൽസ് ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത്തരക്കാർക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അനുമാനത്തിലേക്ക് നിഗമനത്തിലേക്ക് എത്തും, ഒരു റീസൺ കൂടാതെ. രണ്ട്, അവരുടെ മനസ്സിൽ പകയുണ്ടാവും. പക കളയില്ലവർ, ദേ വിൽ ക്യാരി. മൂന്നാമത്, ഇവർക്ക് പെട്ടെന്ന് തെറ്റിദ്ധാരണകൾ, എപ്പോഴും തെറ്റിദ്ധാരണകളാണ്. നാലാമത്, തെറ്റുകൾ മനസ്സിൽ കൊണ്ട് നടക്കും. ഇതാണ് ഇത്തരക്കാരുടെ സ്വഭാവം. അപ്പോൾ ഒരു കൊച്ചൊരു കഥ നമ്മുടെ മുഗൾ ഭരണകാലത്ത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഇവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ ഒഴിവായി പോവുക. മുഗൾ ഭരണകാലത്ത് ബീർബൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബീർബലിനടുത്ത് അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു. ഒരു പുതിയ വേഷവിധാനം ഇട്ട് പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്യും, പ്രത്യേക രീതിയിൽ സംസാരിക്കും, പ്രത്യേക രീതിയിൽ നടക്കും. പക്ഷേ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ ജഡ്ജ് ചെയ്യലും ക്രിട്ടിസൈസ് ചെയ്യലും, എല്ലാവരും അങ്ങനെ വിധിക്കലും കളിയാക്കലുമാണ്. ഇങ്ങേർക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചില വേഷവിധാനങ്ങൾ എല്ലാവരും മാറ്റിയിടുന്നു. അപ്പോൾ ഇങ്ങേർക്ക് ഇത് പൊറുതി മുട്ടിയപ്പോൾ സംബഡി ടോൾഡ് ഹിം, യു ജസ്റ്റ് അപ്രോച്ച് ബീർബൽ ആൻഡ് ഹി വിൽ ഗിവ് എ സൊല്യൂഷൻ. അങ്ങനെ രാജകൊട്ടാരത്തിൽ ചെന്ന് ബീർബലിനെ കണ്ട് ബീർബൽ എല്ലാം കേട്ട് പറഞ്ഞ്, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാവും പറഞ്ഞ് അകത്ത് പോയിട്ട് ഒരു വലിയൊരു വെസല് നിറയെ പാലെടുത്ത്, തുളുമ്പി പുറത്തു പോകുന്ന രീതിയിലുള്ള പാലെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ പാലും കൊണ്ട് നിങ്ങൾ നടക്കണ വഴിയൊക്കെ നടക്കണം, എല്ലാ വഴികളും നടക്കണം. ഒരു തുള്ളി പാല് പോകാതെ തിരിച്ചെൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പ്രശ്നപരിഹാരം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല സാറേ, ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് ഒരു തുള്ളിയാണ്. അപ്പോൾ അദ്ദേഹം കരുതി, നോക്കാം, ബീർബലല്ലേ പറഞ്ഞത്, ശ്രദ്ധിക്കാം. അദ്ദേഹം ആ പാല് നിറയെ തുളുമ്പി പോകുന്ന ആ പാത്രമായിട്ട് എല്ലാ വീതികളിലും കൂടെ നടന്ന് ബീർബലെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ബീർബൽ, നന്നായി ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഇന്ന് ആരൊക്കെ കളിയാക്കി നിങ്ങളാ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ നോക്കിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. കാര്യം ഈ പാല് പുറത്ത് പോകാൻ പാടില്ലല്ലോ. പാലൊരു തുള്ളി പോയാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വളരെ കെയർഫുള്ളായി ആ ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്തെത്തിച്ച്, അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നത്തിലുള്ള ഉത്തരവും. ആളുകളെ നന്നാക്കാൻ കഴിയില്ല. പറ്റുമോ? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒക്യുപ്പൈ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭംഗിയായിട്ട് ഒക്യുപ്പൈ ചെയ്യുക, വിട്ടുകളയുക. യു ഇഗ്നോർ ദാറ്റ്. 2 ദിവസം കഴിയുമ്പോൾ അവർ പറയൽ നിർത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അവരെയൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അവരൊക്കെ ഇമോഷണലി ഇൻ്റലിജൻസ് കുറഞ്ഞ ആളുകളാണ്. അവർ സ്വയം നന്നാകണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ 2 ഉദാഹരണങ്ങൾ ഇമോഷണലി ഇൻ്റലിജൻസ് ഉള്ളവരുടെ പറഞ്ഞ്, 2 ഉദാഹരണങ്ങൾ ഇല്ലാത്തവരുടെ പറഞ്ഞ്. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങളൊന്നും മനസ്സിലാക്കാം. യെസ്, അതായത് ലോ ഇമോഷണലി ഇൻ്റലിജൻ്റ് എന്ന ആളുകളുടെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, മൂഡ് ചേഞ്ചസ്. വേഗം പറയാം, കാര്യം അവരുടെ മൂഡ് സ്ഥിരമായിരിക്കില്ല. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡല്ല മറ്റേന്ന്. ഓരോ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് അവരുടെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർ ഫേസ് ചെയ്യുന്ന ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല.
സോ ദെയർ മൂഡ് വിൽ ചേഞ്ച് ഓൾവേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു കോൺഫ്ലിക്റ്റോ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനോ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ ഔട്ട്ബേസ്റ്റ് ചെയ്യും, സാധിക്കില്ല അവർക്ക്. അതാണ് അതിലുണ്ടായത്, ആ ധർണയിലുണ്ടായത് അതാണ്. അതവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത് ഫേസ് ടു ഫേസ് ക്രിറ്റിസിസം വരുമ്പോൾ തന്നെ അവർ വ്യക്തിപരമായിട്ട് എടുക്കും. വ്യക്തിപരമായിട്ട് എടുത്തിട്ട് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. അത് വിട്ടുകളഞ്ഞാൽ മതി, പക്ഷെ അതവർക്ക് കഴിയില്ല. നാലാമത് ഫേസ് ടു ഫേസ് ഫെയിലിയർ. ഇവർക്കുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ മാനം മുഴുക്കെ പോയി, നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളില്ല, ആളുകളൊക്കെ നമ്മളെ കളിയാക്കും, അല്ലേ? ഈ ഒരു ധാരണ കൊണ്ട് നടക്കുന്നവരാണ്. തോൽവിയൊക്കെ ഇതിന് മനുഷ്യ സഹജമാണ്, പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതിനും ഭയമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡ്രീംസ് തകർക്കുന്നത് ഫെയിലിയറാണ്. ഫെയിലിയർ തകർക്കില്ല, അതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഫിയറാണ്. അപ്പോൾ അതും നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും. ഫെയിലിയർ ടു ഫൈൻഡ് ഔട്ട് ബ്ലൈൻഡ് സ്പോട്ട്സ്. ഇതും പലരും നമ്മുടെ അന്ധത, നമുക്കൊക്കെ അന്ധതയുണ്ട്, എല്ലാവർക്കും അന്ധതയുണ്ട്, പക്ഷേ വി വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്, അല്ലേ? നമ്മുടെ അന്ധത ആർക്കാ പറഞ്ഞു തരാൻ പറ്റുക? ആർക്കാണ് പറഞ്ഞു തരാൻ പറ്റുക നമ്മുടെ അന്ധത? ബ്ലൈൻഡ് സ്പോട്ട് ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? മറ്റുള്ളവർക്ക്. നമ്മളോട് ഇഷ്ടമുള്ള വിശ്വസ്തരായ ആളുകൾക്കാണ് നമ്മുടെ അന്ധത പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊക്കെ കുറവുള്ള ആളുകളാണ്, മനസ്സിലാക്കണം. എങ്ങനെ നമ്മുടെ വീട്ടിൽ ചോദിക്കാം, നമ്മുടെ ഭാര്യയോട് ചോദിക്കാം, മക്കളോട് ചോദിക്കാം, അത് ആക്സെപ്റ്റ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറയും യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. അത് അവർ ചെയ്യാൻ മടിക്കും. അപ്പം ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എന്തുകൊണ്ടാണെന്നുള്ളൊരു ഇതൊക്കെയാണ് കാരണങ്ങൾ. പുവർ കോപ്പിംഗ് സ്കിൽസ്. ഓരോ സാഹചര്യം വന്നാൽ അത് നിയന്ത്രിച്ച് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് അവർക്കില്ല. എക്സ്പീരിയൻസ് സോഷ്യൽ ഐസൊലേഷൻ. ഒരു ഫംഗ്ഷൻ വന്നാൽ പോകില്ല, ആളുകളായിട്ട് ഇടപഴകില്ല, അഭിപ്രായങ്ങൾ പറയില്ല, ഒന്നും ചെയ്യില്ല. മൂന്നാമത് എന്താണ്? ബിഹേവ് ഇൻസെൻസിറ്റീവ്ലി. എന്ത് കാര്യം എവിടെ എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്ന് അവർക്കറിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത രീതിയിൽ പറയും. ഉണ്ടായിരുന്നാൽ മതി, ബട്ട് ദേ വിൽ ഡു ലൈക്ക് ദിസ്. പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. തീർച്ചയായിട്ടും അറിയാമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പൂറായാലും ഇതാ. പിന്നെ നീഡ് ടു ബി റൈറ്റ്. ഇത് വലിയൊരു ദോഷമാണ്. ഞാൻ പറയുന്നതൊക്കെ ശരി, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്. ഐ ആം റൈറ്റ്, എപ്പോഴും ഞാനാണ് റൈറ്റ്. അപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻസ് ഉണ്ടാകണമെങ്കിൽ ഈ 10 കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ തന്നെ ചെയ്യണം. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. വി ഹാവ് ടു ഡു ദാറ്റ്. ഇനി നമ്മൾ കുടുംബങ്ങളിലുണ്ടാകുന്ന ഒരു 3 സന്ദർഭം ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുകയാണ് കേട്ടോ. കുടുംബങ്ങളിലുണ്ടാകുന്ന ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ബാധകമാക്കേണ്ട 3 ഇതാണ്. ഒന്ന്, എൻഫോഴ്സിങ് ചൈൽഡ് ഡിസിപ്ലിൻ. ഇത് വലിയൊരു ഏരിയയാണിത്. ഈ പല രക്ഷിതാക്കളും ഡിസിപ്ലിൻ എന്ന് പണിഷ്മെൻ്റായിട്ടാണ് കണക്കാക്കണം. ഡിസിപ്ലിൻ്റെ വേറൊരു വേർഡ് എന്താണ്? പണിഷ്മെൻറ്റ്. നമ്മൾ ശിക്ഷിക്കണം പിള്ളേരെ. അച്ചടക്കം വേണമെങ്കിൽ ശിക്ഷിക്കണം. അച്ചടക്കം അതല്ല, മനസ്സിലാക്കലാണ്. അണ്ടർസ്റ്റാൻഡിങ് ആണ് അച്ചടക്കം, ശിക്ഷിക്കലല്ല. ഈ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുമായി അവർക്ക് വേണ്ടത്ര ബന്ധമില്ല. നിങ്ങളുടെ കുട്ടികളെ അനുസരണക്കേട് കാണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുമായി അവർക്ക് ബന്ധമില്ല. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കുട്ടികൾ എങ്ങനെ അറിയാം? നിങ്ങളൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ കുട്ടിക്ക് അറിയാൻ പറ്റുമോ? അവന് പ്രായം അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. വെറുതെ കയറി ശിക്ഷിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്, നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന ഡിസിപ്ലിൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, അത് മനസ്സിലാക്കാൻ അവർക്ക് അതിനുള്ള ത്രാണി ഉണ്ടാകും കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാൻ. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ നിങ്ങൾ പറയുന്നത് എന്താണ്? എല്ലാ A+ മേടിച്ചോളണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം മേടിച്ചോളണം A+. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? റിവേഴ്സ് ഗിയറിൽ വർക്ക് ചെയ്യും. കുട്ടി നീ കിട്ടിയില്ലെങ്കിൽ എന്താ പറ്റുന്നത്? എന്നെ തല്ലും, അല്ലേ? മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. പാപ്പ
അവന് ടെൻഷൻ വന്ന് ഉള്ളതും കൂടെ അങ്ങ് പോവും. അപ്പോൾ ഒരു ഇഫക്റ്റീവ് പാരൻറ്റിങ് എപ്പോഴാണെന്ന് ഉണ്ടാകുന്നത്? നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കുക, നിങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് നിർത്തുക. യു കൺട്രോൾ യുവർ സെൽഫ്, എന്നിട്ട് കുട്ടികളെ നിയന്ത്രിക്കുക. അപ്പോൾ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുമ്പോൾ ഇവ കാര്യങ്ങൾ നോക്കണം. ദെൻ ഫിനാൻഷ്യൽ ക്രൈസിസ്, എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഈ പല രക്ഷിതാക്കളും സിംഗിൾ ഇൻകം ഓണറായിരിക്കും. ഇവരെന്താ ചെയ്യണം എന്ന് വെച്ചാൽ ചെറിയ വരുമാനം ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും കുട്ടികൾ പറയുന്ന വീട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എവിടെയാണെന്ന് അറിയില്ല. ഒടുവിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ദേഷ്യവും ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും നമ്മുടെ കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ സോഴ്സ് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നാൽ എന്താണ്, അവർ ഓരോ ഡിമാൻഡ്സും വെക്കില്ല. ദേ നോ വെൽ, ഇതാണ് ഞങ്ങളുടെ അപ്പയുടെ ഒരു ഇൻകം, ഞങ്ങൾ ഇത്രേ പാടുള്ളൂ. അതുകൂടെ നിങ്ങൾ ഫിനാൻഷ്യൽ കൺട്രോൾ വരുത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ ചോദിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കുക. നമുക്ക് കാശ് ഇത്രയേ ഉള്ളൂ, ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒഴിവാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സുതാര്യത. പല വീട്ടിലും ഈ സുതാര്യത ഇല്ല. അപ്പോഴാണ് ക്രൈസിസും അതേ തുടങ്ങി പല പ്രശ്നങ്ങളും. മൂന്നാമത്തെ വളരെ പ്രധാനമാണ് കോൺട്രാവേഴ്സ്യൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കാര്യം ഓരോ കുടുംബത്തിലെ എല്ലാവർക്കും പല പ്രതീക്ഷകളാണ്. എൻ്റെ പ്രതീക്ഷയല്ല എൻ്റെ വൈഫിനുള്ളത്, മക്കൾക്കുള്ളത്. അപ്പോൾ ഈ പല പ്രതീക്ഷകൾ നടക്കാതാകുമ്പോൾ മിസ്ലീഡ് ചെയ്യും. അപ്പം നമ്മൾ വേണ്ടത് കുടുംബത്തിൽ ഒരു ഹാർമോണിയസ് സപ്പോർട്ടീവ് എൻവയറമെൻറ്റ്, ഹാർമോണിയസ് ആൻഡ് സപ്പോർട്ടീവ് എൻവയറമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും സന്തോഷമാണ്. കാര്യം നല്ലൊരു അന്തരീക്ഷമാണ്, ആർക്കും എന്ത് പറയാം വിത്തൗട്ട് ദ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ആളുകൾക്ക് പറയാനുള്ള അവർക്ക് അവസരം കൊടുക്കുക, ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് വിനോദത്തിന് പോവുക, ഒന്നിച്ച് ഹ്യൂമേഴ്സ് പങ്കിടുക. ആ രീതിയിലുള്ള ഒരു എൻവയറമെൻറ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ 3 ഏരിയയിലും ഇമോഷണൽ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യേണ്ട ഏരിയകളാണ് ഇതെല്ലാം. എല്ലാ ഏരിയയും നാം ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇത് ജോലി സ്ഥലത്താകാം, പല സ്ഥലങ്ങളിലും ആകാം. പക്ഷെ ഞാൻ ഫാമിലി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നാം ഒരുപാട് സംഘട്ടനങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും, അല്ലേ? അത് മനുഷ്യ സഹജമാണ്. വി ഹാവ് ടു ഫേസ്. നമ്മൾ നേരിട്ട് അതിജീവിച്ച ആളുകളാണ് എല്ലാവരും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലയബിലിറ്റീസ് തരുമ്പോൾ, അഡ്വേഴ്സിറ്റീസ് തരുമ്പോൾ അതൊക്കെ ഡീല് ചെയ്യാനുള്ള ഒരു താക്കത്ത് കൂടി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു താക്കത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. അതിനെ നാം നല്ല രീതിയിൽ വിനിയോഗിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്.